നമസ്കാരം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അഗ്നിഭാഗത്തൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ദുരിതം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഭവനത്തിന്റെ ഏറ്റവും സുപ്രധാന ദിശകളിൽ ഒന്നാണ് അഗ്നിഭാഗം. അഗ്നിഭാഗത്തുണ്ടാകുന്ന വാസ്തുദോഷങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരു ദിശ കൂടിയാണ്. പല വീട്ടുകാരും പറഞ്ഞു കേൾക്കാറുണ്ട്, പണ്ട് കാലത്ത് ഞങ്ങൾക്ക് 6ഉം 7ഉം കാറുകൾ ഉണ്ടായിരുന്നു, ബെൻസ് കാറിലായിരുന്നു യാത്രകൾ നടത്തിയിരുന്നത്. എന്നാൽ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ 6ഉം 7ഉം കാറുണ്ടായിരുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ കാറ് പോലുമില്ല. കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ നിവർത്തിയില്ല. ഉള്ള വീട് ജപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചതെന്ന് ഈ വീഡിയോ കാണുന്ന പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു വീടിന്റെ ഏറ്റവും സുപ്രധാന ദിശകളിൽ ഒന്നാണ് അഗ്നിഭാഗം. അഗ്നിഭാഗത്തുണ്ടാകുന്ന വാസ്തുദോഷങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെ സീറോ ആക്കുന്നതും നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്നതും. അഗ്നിയിലുണ്ടാകുന്ന വാസ്തുദോഷങ്ങൾ എന്തൊക്കെയാണ്? ജലസാന്നിധ്യമാണ് ഒന്നാമത്തെ വാസ്തുദോഷം. കിണറുകളോ ബോർവെല്ലുകളോ ആ ദിശകളിൽ ഉണ്ടെങ്കിൽ, നീല നിറമോ കറുത്ത നിറമോ ആ ദിശകളിൽ ഉണ്ടെങ്കിൽ, അഗ്നിയിൽ ടോയ്ലറ്റോ മലിനജലക്കുഴികളോ സെപ്റ്റിക് ടാങ്കോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതായി എന്ന് വരാം. ആക്സിഡന്റുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങൾക്കുണ്ടാകുന്ന വണ്ടി വാഹനങ്ങളെല്ലാം വിറ്റ് കടങ്ങൾ വീട്ടേണ്ട അവസ്ഥയിലേക്ക് പോകാം. കടക്കണിയിൽ അകപ്പെട്ടാൽ തിരിച്ചു കയറാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യും. ഇതിനെല്ലാം ഒരേ ഒരു ഉപായം നിങ്ങളുടെ അഗ്നിയിലുണ്ടാകുന്ന വാസ്തുദോഷങ്ങൾ മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവാം. പുതിയ വീടുകൾ പണിയുന്നവർ അഗ്നിഭാഗത്ത് ഇങ്ങനെയുള്ള വാസ്തുദോഷങ്ങൾ ഒരിക്കലും ചെയ്തു വെക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ള ദിശ കൂടിയാണ് അഗ്നിഭാഗം. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് പലർക്കും അത് പ്രയോജനം ചെയ്തിരിക്കും. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം തന്നെ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കണ്ടുമുട്ടാം. വിഷ്ണു ആചാര്യ. നന്ദി, നമസ്കാരം.